ഹലോ ഓൾ, നമ്മൾ റിപ്പീറ്റേഴ്സിനോട് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ സീരീസ് ഇങ്ങനെ ചെയ്ത് വരുമായിരുന്നു. ഇതിന് മുന്നേ ഒരു 3 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ കാണാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അത് കാണുക. ആൻഡ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മളൊരു സ്പെഷ്യൽ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്ന ചില ആളുകളൊക്കെ മറ്റേതെങ്കിലും ഒരു കോഴ്സ് എടുത്തിട്ട് അതിൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. സംഭവം കേൾക്കുമ്പോൾ നല്ല രസമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്, നമുക്ക് എല്ലാ കണ്ടന്റും അറിയാം, എല്ലാ ചാപ്റ്റേഴ്സും അറിയാം. ഇനി ജസ്റ്റ് റിവൈസ് ചെയ്ത് പോയാൽ മതി. അതിൻ്റെ ഒപ്പം നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വേറൊരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ പറ്റും. മിക്കവാറും ഒക്കെ എനിക്ക് തോന്നുന്നത് സ്റ്റുഡൻസിൻ്റെ ഐഡിയയിൽ ഉള്ളതുണ്ട്, പക്ഷേ അതിൽ കൂടുതൽ പേരൻസിൻ്റെ ഒരു പ്രഷറിലാണ് നമ്മളിങ്ങനെ വേറൊരു കോഴ്സിൻ്റെ കൂടെ ഇപ്പോൾ ഡിഫറെൻറ്റ് കോഴ്സുകൾ പറയുന്ന ആൾക്കാരുണ്ട്. BSc ഏതെങ്കിലും എടുത്തിട്ട് കെമിസ്ട്രിയോ ഫിസിക്സോ സുവോളജിയോ ബോട്ടണിയോ എടുത്തിട്ട് അതിൻ്റെ കൂടെ പഠിക്കാം. അല്ലെങ്കിൽ BDS ജോയിൻ ചെയ്യാം, BHMS BAMS അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു സെക്കൻഡറി കോഴ്സ് ജോയിൻ ചെയ്തതിന് ശേഷം ഇത് ചെയ്യാം. അതിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം, ഇങ്ങനെ ചെയ്താൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് ഒരു ചോദ്യം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, ഇതിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ശക്തമായ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിലെടുക്കാം. ഒന്നാമത്തെ കാര്യം, സപ്പോസ് നിങ്ങളിപ്പോൾ ഡിഗ്രിയുടെ കൂടെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ എന്തായാലും ഡിഗ്രിയും സ്റ്റാർട്ട് ചെയ്തു, റിപ്പീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു, രണ്ടും ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യം. ഡിഗ്രിയേക്കാൾ കൂടുതൽ റിപ്പീറ്റിംഗിന് ഒരു ഇമ്പോർട്ടൻസ് എന്തായാലും കൊടുക്കണം. കാരണം റിപ്പീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു 10 മണിക്കൂറോ അതിന് മുകളിലേക്കൊക്കെ നമ്മൾ വർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമുള്ള ഒരു സാധനമാണ്. സോ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ കൊണ്ടുപോകണം. ആൻഡ് അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സപ്പോസ് നമ്മളിപ്പോൾ ഒരു വർഷം ഡിഗ്രി ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു, ഇത് രണ്ടും ഒരുമിച്ച് ഇങ്ങനെ കൊണ്ടുപോയി നമ്മൾ നീറ്റ് എക്സാം എഴുതുന്നു. നീറ്റ് എക്സാം എഴുതി നീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഡ്രോപ്പ് ചെയ്യാനുള്ളതാണ് ഈ ഡിഗ്രി കോഴ്സ് എന്ന് പറയുന്ന സാധനം. പിന്നെ നമ്മൾ എന്തായാലും ഈ ഡിഗ്രീൻ്റെ പുറകെ പോകില്ല. നമ്മളെ ആഗ്രഹമായ നമ്മുടെ സ്വപ്നമായിട്ടുള്ള ആ ഒരു മെഡിസിൻ അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷൻ എന്നുള്ള രൂപത്തിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോവുക. ഡിഗ്രി കോഴ്സ് എന്തായാലും ഡ്രോപ്പ് ചെയ്യാനുള്ളതാണ്. സോ ഈ ഡിഗ്രി കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായാലും വെട്ടാൻ വെച്ചൊരു വാഴയാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് ഇതിന് കുറച്ച് വെള്ളമൊഴിക്കലൊക്കെ കുറയ്ക്കുക. കാരണം ഇത് വെട്ടാനുള്ളതാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൂടുതൽ വെള്ളവും വളവും നമ്മുടെ പരിചരണവും ശ്രദ്ധയും ടൈമും എല്ലാം എവിടെ കൊടുക്കുക, നീറ്റിന് റിപ്പീറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഓൾറെഡി തുടങ്ങിയ ആളുകൾ. സോ ഡെഫിനറ്റ്ലി അങ്ങനെ നീറ്റിനെ കുറച്ചും കൂടി പരിപോഷിപ്പിച്ച് ഒരു 10 hours ഒക്കെ നീറ്റിന് വേണ്ടി പഠിച്ച് റിവൈസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രൂപത്തിലാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. നിങ്ങൾക്ക് എടുത്ത ചോയ്സ് നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാത്ത ജസ്റ്റിഫൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ആൻഡ് ഇനി എനിക്ക് പറയാനുള്ളത് രണ്ടാമത്തെ ടൈപ്പ് ആൾക്കാരോടാണ്. ഒരു ഡിഗ്രി കോഴ്സിന്റെ കൂടെ റിപ്പീറ്റ് ചെയ്താലോ എന്ന് ആലോചിക്കുന്ന ആളുകൾ. സോ ഇതുവരെ നിങ്ങൾ എടുത്തിട്ടില്ല, നിങ്ങൾ തുടങ്ങിയിട്ടില്ല എന്നാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് കേൾക്കണം. നിങ്ങൾ ഒന്നുകൂടി ആലോചിക്കണം. അതായത് ഞാൻ ഇനിയും റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടോ എന്ന് ആലോചിക്കുക. ഒന്നാമത്തെ കാര്യം, റിപ്പീറ്റ് ചെയ്യേണ്ടതില്ല എന്നൊരു കാര്യത്തിലേക്ക് വരികയാണ്. ഡെഫിനറ്റ്ലി പറയാം, നമുക്ക് ഡോപ്പയ്ക്ക് DNAT എന്ന് പറഞ്ഞിട്ടൊരു നീറ്റ് അസസ്മെന്റ് ടൂൾ ഉണ്ട്. ആ ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എക്സാം ഒന്നുമല്ല, നിങ്ങളെ ആപ്റ്റിറ്റ്യൂഡ് എബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്യുക. സോ അതൊക്കെ നിങ്ങളെ വെച്ചിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്ത് തരാൻ പറ്റും. നിങ്ങൾ ഇനി ഒരു വട്ടം കൂടി നീറ്റ് പഠിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്താൻ ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. അത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു നമ്പർ കൊടുക്കാം. നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡോപ്പയുടെ ഓഫീസിൽ വന്ന് ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾക്ക് ആ ടെസ്റ്റ് എടുക്കാൻ പറ്റും. അതിനെപ്പറ്റി ആലോചിക്കുക. സോ പറഞ്ഞു വന്ന കാര്യം ഇതാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ആദ്യം തീരുമാനിക്കണം നീറ്റ് എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കണം. അപ്പോൾ നീറ്റ് എടുക്കണ്ട എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ ഈ റിപ്പീറ്റിംഗ് പരിപാടി ഒഴിവാക്കിയിട്ട് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഡിഗ്രി കോഴ്സിലേക്ക് നിങ്ങൾ പെർസ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏത് കോഴ്സാണോ അതിലേക്ക് നിങ്ങളെ ശ്രദ്ധ വെക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഇനി നീറ്റ് എടുക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഐ പേഴ്സണലി പ്രിഫർ വേറെ ഒരു ഡിഗ്രി കോഴ്സ് എടുക്കാത്തതാണ് നല്ലത്. കാരണം നമുക്കറിയാം, ഇപ്പോൾ ചില കുട്ടികൾ വിളിച്ച് നഴ്സിംഗ് പഠിക്കട്ടെ, നഴ്സിംഗിൻ്റെ കൂടെ ഞാനത് ചെയ്യട്ടെ എന്ന്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ നഴ്സിംഗ് ആണെങ്കിലും BSc ആണെങ്കിലും BTech ആണെങ്കിലും എന്ത് കോഴ്സ് ആണെങ്കിലും അതിൻ്റെ ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീരീഡാണ്. അതുപോലെ ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള പീരീഡാണ്. പുതിയൊരു എൻവയോൺമെൻ്റ് ആയിട്ട് അഡാപ്റ്റ് ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ കുറച്ച് സമയം എന്തായാലും ഡെഫിനറ്റ്ലി ഒരു 8 hours ഒക്കെ പെർ ഡേ നമ്മൾ ഈ ഡിഗ്രി കോഴ്സിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഡെഫിനറ്റ്ലി ഉണ്ട്. സോ നമ്മൾ അങ്ങോട്ടേക്ക് പോയി അതിൻ്റെ ഉള്ളിലേക്ക് ആയിപ്പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇതിനകത്തുനിന്ന് ഒരു എന്താ പറയുക, ഒരു തോട്ട് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ നീറ്റിന് റിപ്പീറ്റ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ഇത് എടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന്. ഇനി ഇതിൻ്റെ വേറൊരു ആസ്പെക്റ്റും കൂടി ഞാൻ ഫൈനലി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ദെയർ ഷുഡ് നോട്ട് ബി എനി പ്ലാൻ ബി. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒരിക്കലും ഒരു പ്ലാൻ ബി ഉണ്ടാവരുത്. ഇത്തവണ ഞാൻ നീറ്റിന് റിപ്പീറ്റ് ചെയ്തു, ഡിഗ്രി പഠിക്കുന്നു. അഥവാ നീറ്റ് കിട്ടിയില്ലെങ്കിലും ഡിഗ്രി ഉണ്ടല്ലോ എന്നുള്ളതാണല്ലോ. ഡിഗ്രി ഈസ് എ പ്ലാൻ ബി.
നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ഭാഗം എപ്പോഴും ഡിഗ്രി ഉണ്ട്, പ്ലാൻ ബി ഉണ്ട്, എസ്കേപ്പ് റൂട്ട് ഉണ്ടോ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മളെ വല്ലാതെ കഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ബ്രെയിൻ അനുവദിക്കില്ല. എന്തിനാ കഷ്ടപ്പെടുന്നത്, നിനക്ക് പ്ലാൻ ബി ഉണ്ടല്ലോ, എന്തിനാ കഷ്ടപ്പെടുന്നത്, നിനക്ക് പ്ലാൻ ബി ഉണ്ടല്ലോ എന്നുള്ള ഈ സാധനം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. സോ അതുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരമാണ് നിങ്ങൾ ഈ പ്ലാൻ ബി ചൂസ് ചെയ്യുന്നതെങ്കിൽ ചെയ്യരുത് എന്നാണ് പറയാനുള്ളത്. ആൻഡ് ഓൾറെഡി ഒരിക്കൽ കൂടി പറയാണ്, ഓൾറെഡി ഇത് ചൂസ് ചെയ്ത് രണ്ടും കൂടി ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരാണെങ്കിൽ ഡിഗ്രി എന്ന് പറയുന്നത് വെട്ടാൻ വെച്ച ഒരു വാഴയാണെന്ന് മനസ്സിലാക്കുക. വെട്ടാൻ വെച്ച വാഴയ്ക്ക് അധികം വളമിടാതെ നമ്മൾ നീറ്റിന് തന്നെ കൂടുതലായിട്ട് ചെയ്തു പോവാം. സോ ഇതാണ് എൻ്റെ ഒപ്പീനിയൻ. ആൻഡ് നിങ്ങളുടെ ഒപ്പീനിയൻ ഈ ഒരു വിഷയത്തിൽ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ പറയാം. ഞാൻ 3 ടൈപ്പ് ആൾക്കാരെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഓൾറെഡി എടുത്ത ആളുകൾ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക, നീറ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇനി എടുക്കാത്ത ആളുകളാണെങ്കിൽ ചൂസ് ചെയ്തിട്ട് ഇതിൻ്റെ നീറ്റ് വേണമെന്നുണ്ടെങ്കിൽ നീറ്റ് മാത്രം എടുക്കാൻ വേണ്ടി നോക്കുക. ആൻഡ് ഓഫ് കോഴ്സ് പ്ലാൻ ബിനെ പറ്റി ആലോചിക്കുന്ന ആൾക്കാരോട് പറയാം, പ്ലാൻ ബി വെക്കാതിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തിരുന്നാലും ഇതുപോലത്തെയുള്ള മറ്റു ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. ആൻഡ് കൂടുതൽ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. ആൻഡ് വിൽ മീറ്റ് യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.